ഡെഫിനിഷൻ ഓഫ് ടോട്ട്. ടോട്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ റോങ് ആണ്. ഈ സിവിൽ റോങ് എന്ന് പറയുന്ന ടോട്ട് എവിടെ നിന്നുണ്ടായി? ലാറ്റിൻ ടേമായ ടോട്ടം എന്ന വാക്കിൽ നിന്നാണ് ടോട്ട് എന്ന് പറയുന്ന വാക്കിന്റെ ഉദ്ഭവം എന്ന് പറയാം. So the word tort has been derived from the Latin word totum. എന്താണ് ടോട്ടത്തിന്റെ അർത്ഥം? ട്വിസ്റ്റ്, വളഞ്ഞത്, തിരിഞ്ഞത്, ശരിയല്ലാത്തത്, നിയമവിരുദ്ധമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് എന്തിനുള്ളത്? ടോട്ടം എന്ന് പറയുന്ന വാക്കിനുള്ളത്. So it includes that conduct which is not straight or lawful, but on the other hand twisted, crooked or unlawful. നേരെയല്ലാത്തത്, നിയമപരമല്ലാത്തത്, ട്വിസ്റ്റഡ് ആയിട്ടുള്ളത്, ക്രൂക്കഡ് ആയിട്ടുള്ളത്, നിയമവിരുദ്ധമായത്, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ് ടോട്ടം എന്ന് പറയുന്ന വാക്കിന് ഉള്ളത്. അപ്പം ടോട്ട് എന്ന് പറയുന്ന വേർഡ് എന്തിൽ നിന്ന് വന്നു? ടോട്ട് എന്ന് പറയുന്ന വാക്കിൽ നിന്ന്, ടോട്ടം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്നു. ടോട്ടം എന്നുള്ളത് ഒരു ലാറ്റിൻ ടേം ആണ്. അതിന്റെ അർത്ഥം ട്വിസ്റ്റ്, നോട്ട് സ്ട്രെയിറ്റ്, നോട്ട് ലോഫുൾ, ട്വിസ്റ്റഡ്, ക്രൂക്കഡ്, അൺലോഫുൾ ഒക്കെയാണ്. ഈ ഒരു ടോട്ടം എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആയ ഒരു ഇംഗ്ലീഷ് ടേം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോങ് എന്ന്, തെറ്റ് എന്ന് പറയാം. റോങ്. അപ്പൊ ഈക്വലന്റ് ടു ദ ഇംഗ്ലീഷ് ടേം റോങ് ആണ് കേട്ടോ. ഈ ഒരു ബ്രാഞ്ച് ഓഫ് ലോയിൽ നമുക്ക് പറയാൻ പറ്റും ടോട്ട്സ് ഓർ റോങ്ഫുൾ ആക്ട്സ് എന്ന് പറയുന്നത് whereby the wrongdoer violates some legal right vested in another person. മറ്റൊരു വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിയമപരമായ അവകാശത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ട് എന്ന് വിളിക്കാം. അതായത് എ എന്ന് പറയുന്ന പേഴ്സൺ ബി എന്ന് പറയുന്ന പേഴ്സന്റെ ലോഫുൾ റൈറ്റിനെ വയലേറ്റ് ചെയ്താൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ടോട്ട്. അപ്പം നമുക്ക് എപ്പോഴും സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്? നിയമപരമായ അവകാശമുണ്ട്, ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട്, റെപ്യൂട്ടേഷനുള്ള അവകാശമുണ്ട്, അല്ലെ? അപ്പൊ നിയമപരമായി നമുക്ക് എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശത്തെ ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that can be considered as tort. So law imposes a duty to respect the legal right vested in the members of the society, and the person making a breach of that duty, it is said to have done the wrongful act. അല്ലെ? സമൂഹത്തിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം നിയമപ്രകാരം ഉണ്ട്. അത് മറ്റൊരാളുടെ തെറ്റായ പ്രവൃത്തി മൂലം ലംഘിക്കപ്പെട്ടാൽ we can call it as tort. ഓക്കെ, ഇനി ടോട്ടിന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ടോട്ടിന് നമ്മുടെ ഇന്ത്യയിൽ ഒരേ ഒരു നിയമത്തിൽ മാത്രമേ ഡെഫിനിഷൻ പറയുന്നുള്ളൂ. അത് ലിമിറ്റേഷൻ ആക്ട് 1963 ലിമിറ്റേഷൻ ആക്ട് 1963 സെക്ഷൻ 2 ക്ലോസ് എമ്മിൽ പറയുന്നു ടോട്ട് മീൻസ് എ സിവിൽ റോങ് വിച്ച് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ടോട്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ റോങ് ആണ്. അതായത് സമൂഹത്തിൽ ഉണ്ടാവുന്ന തെറ്റായ ഒരു പ്രവൃത്തിയാണ്. പക്ഷേ അത് കോൺട്രാക്റ്റിന്റെ, ഉടമ്പടിയുടെ ലംഘനമല്ല, വിശ്വാസവഞ്ചനയല്ല. അല്ലാത്ത എന്ത് സിവിൽ റോങ് വന്നാലും അതിനെ നമുക്ക് ടോട്ടായിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 2 ക്ലോസ് എം ഓഫ് ലിമിറ്റേഷൻ ആക്ട് 1963. സോ ടോട്ട് മീൻസ് a civil wrong which is not exclusively a breach of contract or breach of trust as per section 2 clause m of limitation act 1963. So it is a civil wrong. അടുത്തത് നമ്മൾ സാൽമണ്ടിന്റെ ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. സാൽമണ്ടിന്റെ ഡെഫിനിഷനിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. It is a civil wrong for which the remedy is common law for unliquidated damages. ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സെന്റൻസ് വാക്കുകളിൽ പറയുന്ന ഇതാണ്. ഇറ്റ് ഈസ് എ സിവിൽ റോങ്. ഏത്? ടോട്ട് ഒരു സിവിൽ റോങ് ആണ്. വിച്ച് ദ റെമഡി ഈസ് എ കോമൺ ലോ ആക്ഷൻ. അതിനുള്ള പരിഹാരം എന്താണ്? കോമൺ ലോ ആക്ഷൻ ആണ്. കോമൺ ലോ ആക്ഷൻ നമുക്ക് എടുക്കാം. അതിലൂടെ കിട്ടുന്നത് എന്തായിരിക്കും? അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. വാട്ട് ഈസ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്? അൺലിക്വിഡേറ്റഡ് മീൻസ് നോട്ട് ഫിക്സ്ഡ്. അതായത് തിട്ടപ്പെടുത്താത്ത, നിശ്ചയിക്കാത്ത ഒരു തുക എന്തായിട്ട് കൊടുക്കേണ്ടി വരും? കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. Unliquidated damages which is not exclusively the breach of contract or breach of trust or other merely equitable obligation. അപ്പം കോൺട്രാക്റ്റിന്റെ ബ്രീച്ച് അല്ല, ട്രസ്റ്റിന്റെ ബ്രീച്ച് അല്ല, മറ്റ് ഇക്വിറ്റബിൾ ഓബ്ലിഗേഷന്റെ അല്ല, അല്ലാത്ത തെറ്റുകൾ ചെയ്താൽ നിയമപ്രകാരം നിശ്ചയിച്ചിട്ടില്ലാത്തൊരു തുക, അപ്പൊ ആ തുക ആര് നിശ്ചയിക്കും? കോടതി നിശ്ചയിക്കും. ആ തുക കൊടുക്കേണ്ടി വരും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ട് എന്ന് വിളിക്കാം. അപ്പൊ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു നിയമലംഘനം, ആ നിയമലംഘനം
എന്തല്ല? ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ല, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ല, മിയർലി ഇക്വിറ്റബിൾ ഒബ്ലിഗേഷനും അല്ല. ഇതിന് എന്ത് പരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും? അൺഫിക്സ്ഡ് എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. സോ വൺസ് മോർ, as per the definition of Salmon, it is a civil wrong for which the remedy is a common law action for unliquidated damages and which is not exclusively the breach of contract or breach of trust or other merely equitable obligation. ഒരു ടോർഷ്യസ് ലയബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ടോർട്ടിനെ കുറിച്ച് വിൻഫീൽഡിന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ടോർഷ്യസ് ലയബിലിറ്റി arises from the breach of duty primarily fixed by the law. വിൻഫീൽഡ് പറയുന്നത് എന്താ അറിയാവോ? ടോർഷ്യസ് ലയബിലിറ്റി എന്ന് പറയുന്നത് ആരുടെയെങ്കിലും പുറത്തൊരു ഡ്യൂട്ടി നിയമപ്രകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി അവര് ലംഘിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് ടോർട്ടാണെന്ന് പറയാം. സോ this duty is towards person generally and its breach is redressable by an action of unliquidated damages. നിയമപ്രകാരം നിക്ഷിപ്തമായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അഥവാ ഡ്യൂട്ടി ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അവിടെ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു തുക, നിശ്ചയിച്ചിട്ടില്ലാത്ത തുക വെച്ചാൽ എത്രയും നല്ല ഇൻഡെഫിനിറ്റ് എമൗണ്ട് എന്നല്ല. ദാറ്റ് എമൗണ്ട് ആരോട് നിശ്ചയിക്കും? കോർട്ട് നിശ്ചയിക്കും. അപ്പം നിയമത്തിനകത്ത് പറഞ്ഞിട്ടില്ല എത്ര രൂപ എന്ന്, പക്ഷെ അതാത് കോടതികൾ അതാത് കാലത്തിനനുസരിച്ച് തീരുമാനിക്കും. So tortious liability arises from the breach of duty primarily fixed by the law, and this duty is towards persons generally and its breach is redressable by an action for unliquidated damages. അപ്പം സമൂഹത്തില് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിയമപ്രകാരം ചില കടമകളുണ്ട്. ആ കടമകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനെ ലംഘിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് കൊടുക്കേണ്ടി വരും. അതാണ് ടോർട്ട് എന്ന് പറയുന്നതെന്നാണ് വിൻഫീൽഡ് പറയുന്നത്. ഫ്രാസറിന്റെ അഭിപ്രായം നോക്കാം. ഇറ്റ് ഈസ് എൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് എൻ റൈറ്റ് ഇൻ ram of a private individual giving a right of compensation at the suit of the injured party. It is an infringement of a right in ram. രണ്ട് ടേംസ് ഉണ്ട്. വൺ ഇസ് റൈറ്റ് ഇൻ ram and another is right in persona. അല്ലെ, persona means which is applicable for a particular individual only. Right in ram means which is applicable for the whole people. എല്ലാവർക്കും അവകാശമുള്ള കാര്യമാണ്. So it is an infringement of a right in ram of a private individual giving a right of compensation at a suit of the injured party. Injured party ഫയൽ ചെയ്യുന്ന സ്യൂട്ടിന്റെ പുറത്ത് ഒരാൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം എന്താ? ആ അവകാശം ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടുന്നുണ്ട്, ഈ ഒരു വ്യക്തിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളെ റൈറ്റ് ഇൻ ram പറഞ്ഞത്. അതാണ് എന്തെന്ന് പറയുന്നത്? ടോർട്ട് എന്ന് പറയുന്നതെന്ന് ഫ്രാസറിന്റെ അഭിപ്രായം. അപ്പൊ നമ്മള് ഫ്രാസറിന്റെ അഭിപ്രായം വിൻഫീൽഡിന്റെ, സാൽമണ്ടിന്റെ അതേപോലെ തന്നെ ലിമിറ്റേഷൻ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ, ഇത്രയും ഡെഫിനിഷൻസ് ആണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പം tort എന്ന് പറയുന്ന ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു ദോസ് ഇൻവോൾവിംഗ് ഇന്റൻഷൻ, ദോസ് ഇൻവോൾവിംഗ് നെഗ്ലിജൻസ് ആൻഡ് wrongs of the strict liability. അപ്പൊ നമുക്ക് എപ്പോഴും tort എന്ന് പറയുമ്പോഴത്തേക്ക് ചിലവർക്ക് ഇന്റൻഷനോട് കൂടി ചെയ്യാം, ചിലവർ അശ്രദ്ധയോടുകൂടി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട്, അതായത് അവർക്ക് ഇന്റൻഷനും ഇല്ല എന്നാൽ ലയബിലിറ്റി അല്ലെങ്കിൽ തെറ്റായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ഉത്തരവാദിത്തം വരും. അതെല്ലാം ടോർട്ടിനകത്ത് വരും. അപ്പൊ ടോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദോസ് ഇൻവോൾവിംഗ് ഇന്റൻഷൻ, ഇൻവോൾവിംഗ് നെഗ്ലിജൻസ് ആൻഡ് ദ wrongs of the strict liability. So they may also be classified into torts affecting the person, that is trespass, negligence, like affecting the family, that is wrongful death of a relative, then reputation, property, economic rights, inducement or breach of contract, then another several other matters comes under tort. അപ്പൊ നമുക്ക് ടോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ടോർട്ടിനകത്തൊരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ പല പല കാര്യങ്ങളാ വരുന്നത്. ടോർട്ടിനകത്ത് തന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ടോർട്ടിനകത്ത് നെഗ്ലിജൻസ് വരുന്നുണ്ട്, ട്രെസ്പാസ് വരുന്നുണ്ട്, ഫാമിലി റിലേറ്റഡ് മാറ്റേഴ്സ് വരുന്നുണ്ട്, ഒരാളെ ഡിഫെയിം ചെയ്യുന്ന രീതിയിലുള്ള ലിബലും സ്ലാൻഡറും പോലുള്ള കാര്യങ്ങള്, മറ്റൊരാളുടെ വസ്തുവിൽ അതിക്രമിച്ചു കയറുന്ന കാര്യങ്ങള്, ശല്യം ഉണ്ടാക്കുന്ന നോയിസൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങള്, സാമ്പത്തികപരമായ കാര്യങ്ങളെ വരുന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്? ടോർട്ടിൽ വരുന്നുണ്ട്.
So there are certain kinds of conduct such as infringement of privacy which are not yet but may come to be recognized as actionable tort. അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരെ ടോട്ടിൽ വരുന്നുണ്ട്. സോ ദ നോർമൽ റെമഡി ഫോർ ടോട്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും റെമഡി എന്ത് മാത്രമേ ഉള്ളൂ, പെക്യുനറി ഡാമേജസ് കൊടുക്കുക എന്നുള്ളതാ. അതായത് നമ്മൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ടോട്ടിനുള്ളൂ. പിന്നെ ചില കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസിൽ മാത്രം മറ്റ് പരിഹാരങ്ങൾ വരുന്നുണ്ട്. അതായത് ഇൻജങ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ, നോയിസൻസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇൻജങ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതർവൈസ് നോർമലി കൊടുക്കുന്നത് എന്താണ്, നമ്മളുടെ നഷ്ടപരിഹാരമാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ടോട്ടിനെ കുറിച്ച് ജനറൽ ആയിട്ട് തുടക്കമായിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഈ ടോട്ടിന്റെ ബാക്കി കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കിയായിട്ട് ടോട്ടിന്റെ പോർഷൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ഹിയറിംഗ്.